ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലല്ല. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കിന്റെ പാത എന്നറിയപ്പെടുന്ന വെനീസിലാണ്. മച്ചന്മാരെ, നമ്മ ഇന്നലെ രാത്രി ഇറ്റലി എത്തി. അപ്പൊ ഇന്ന് നമ്മ ഇവിടെ കറങ്ങാൻ ഇറങ്ങിയൊക്കെയാണ്. നമ്മ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോവാ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമുക്ക് വഴിയെ കാണാം. ഓക്കെ, എത്തി ഗൈസ്, എത്തി. ഇറ്റലിയിൽ കാലുകുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബസ്സിനായി വെയിറ്റ് ചെയ്യുന്നു. ഇനി ബസ് വന്ന് നമ്മളെ കൊണ്ടുപോകണം. കേട്ടാ, ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഗൈസ്. അങ്ങനെ എയർപോർട്ടിലെത്തി. അങ്ങനെ ബാഗേജും കളക്ട് ചെയ്തു. ഇനി നമ്മുടെ ചടങ്ങ് പരിപാടി ഹോട്ടലിലേക്ക് എത്താന്നുള്ളതാണ്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറിൻ്റെ ഹോട്ടലിലേക്ക്. നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ബസ് ഉണ്ട്. ഈ ബസ് നേരെ വെനിസിലേക്കാണ് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി 3 ബസ് വാറി കയറിയിട്ട് വേണം നമ്മൾ ഈ സ്ഥലത്തെത്താൻ. അത് 1.5 മണിക്കൂർ എടുക്കും. ഇതാകുമ്പോൾ നമ്മൾ എളുപ്പം. ഇതാകുമ്പോൾ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് നേരെ സ്ഥലത്തെത്തും. 3 യൂറോ നഷ്ടമുള്ളൂ. കാരണം മറ്റേത് പോയി കഴിഞ്ഞാൽ 9 യൂറോ നേരെയാവും. ഇത് 12 യൂറോന് 40 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് 12 യൂറോ. ഗൈസ്, ഇവിടെ ഒന്ന് ഭാഷ പഠിക്കാൻ സിമ്പിളാണ്. എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ മാർക്കറ്റോ ബാക്കുള്ള റൂം ടൂറിൽ കാണിച്ച കമോൺ. വെൽക്കം. എല്ലാവർക്കും ഇറ്റാലിയൻ റൂമിലേക്ക് സ്വാഗതം. ഈ റൂമിന് ഒരു നൈറ്റ് 45 യൂറോ. 3 നൈറ്റാണ് നിൽക്കണം. ഈ 45 യൂറോന് ഈ റൂമിൽ നമുക്ക് ഒരു ടീ ടേബിൾ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്, പിന്നെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ കസേര, ഒരു ചെറിയ കബോർഡ്, പിന്നെ നമുക്കുള്ളത് ഒരു കുഞ്ഞു ഫ്രിഡ്ജ്. ചെറുതാണ്. ചെറിയ പാലും അങ്ങനെയുള്ള ഡ്രിങ്ക്സ് സാധനങ്ങളൊക്കെ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു സാധനം. പിന്നെ ഉള്ളത് ഒരു കോഫി മെഷീൻ. ഇതിനകത്ത് 2 കോഫി കിട്ടും നമുക്ക്. പിന്നെ നമുക്കുള്ളത് വിശാലമായി കിടക്കുന്ന ഒരു കട്ടിൽ. പിന്നെ നമുക്ക് ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണി ഇവിടുന്ന് അറ്റം വരെ ഉണ്ട്. ഇപ്പൊ തണുപ്പാണ്, ഓടിയാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ശൗചാലയം കാണിച്ചുതരാം. കമോൺ. ശൗചാലയം, ചില്ലിട്ട് റൂം സൂപ്പർ ക്ലീൻ ആണ്. എങ്ങനെയുണ്ട്? ഷാമ്പു ആണെന്ന് തോന്നുന്നു. ഈ സാധനം ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകട്ടോ. പിന്നെ 2 സോപ്പ്. ഇതെന്തിനാണെന്നോ? കുണ്ടിയിടാണോ? ടോയ്ലറ്റ്. ഇതിനടപ്പില്ല. ഇത് ടോയ്ലറ്റ് അല്ല. ഇതെന്താണ്? ആവോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഇറ്റാലിയൻ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂം എടുത്ത് വെനീസിൽ നിന്ന് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡേ ടിക്കറ്റ് എടുത്തു. 2 ദിവസമുള്ള ടിക്കറ്റ്. ആ 2 ദിവസമുള്ള ടിക്കറ്റിന് ഒരാൾക്ക് 40 യൂറോ. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് സെന്റ് മാർക്ക് സ്ക്വയർ എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബസ്സിന് വന്ന് ഇനി നമ്മൾ ബോട്ടിലൂടെ പോകാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ബോട്ട് ട്രിപ്പ് ഇതിൻ്റെ അകത്താണ്. ഒരു ചെറിയ ബോട്ടാണത്. ആ കാണുന്നതെല്ലാം ഇതുപോലത്തെ ഓരോരോ ബോട്ടിൻ്റെ സ്റ്റേഷനുകളാണ്. ഈ ബോട്ട് 5.2 എന്നുള്ള ബോട്ട്. അതിന് തൊട്ടിപ്പുറത്തെ സ്റ്റേഷനാണ് 5.1. ആ ബോട്ടാണ് ഈ കാണുന്നത്. ആ ബോട്ടാണ് നിലയുടെ കയറേണ്ടത്. ഇത് ബോട്ടിലേക്ക് കയറാനുള്ള സ്റ്റേഷനാണ്. അവിടെ നിന്ന് അടുത്ത ബോട്ട്. ഇതാണ് നമ്മുടെ ബോട്ട്. ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അകത്തൊരു സ്ഥലം പിടിക്കട്ടെ കേട്ടോ. What facts belong, it's hard to say. Your pattern is so hard to tell. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മൊത്തം ഈ ബോട്ട് മാർഗമാണ്. സാധനങ്ങളൊക്കെ കയറ്റാനും കൊണ്ടുവരാനൊക്കെ ഇവർ ഈ ബോട്ടിനാണ് യൂസ് ചെയ്യണത്. ഇതൊരു ചരക്ക് കൊണ്ടുവന്ന ബോട്ടാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ടാണ്. കാരണം ഇവിടെ മൊത്തം ഈ കനാലാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ ചരക്ക് കൊണ്ടുപോകുന്നതും ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വെള്ളത്തിൽ കൂടെയാണ്. അതിൻ്റെ പേരിൽ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഇത് ഇവിടുത്തെ കൊറിയർ സർവീസാണ്. വെള്ളത്തിൽ നിന്ന് സാധനങ്ങൾ കയറ്റിയിട്ട് ഇതുപോലത്തെ വണ്ടികളിലാണ് ആൾക്കാർ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. മച്ചന്മാരെ, ഇതൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടോ? ഭയങ്കര പഴയ ബിൽഡിംഗ് ആണ്. നമ്മ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇതാണ് പ്രശ്നം. എവിടെയും ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് അവർക്ക് ഉണ്ടാവും. എന്തായാലും
ഗൈസ് ഇങ്ങനെ തന്നെ ആരോ റോട്ടില് നിറച്ച് കടകളാണ് ചുറ്റും. എത്ര കടകളുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെ തിരിഞ്ഞാലും കടകൾ. കൂടുതലും ഈ ബാഗ് ഷോപ്പുകൾ, ഈ പറഞ്ഞ ഷൂസ്, ഫാഷൻ വെയേഴ്സ്, പിന്നെ ഈ റോട്ടിൽ തന്നെയാണ് നിറച്ചും ഈ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളത്. കണ്ട ഈ മുകളിൽ കാണുന്ന അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നും. ഇങ്ങനെയുള്ള ഫുള്ള് വഴികളാണ് ഇവിടെ മൊത്തം. ഗൈസ് ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയ കരുതിയടേ ഫുള്ള് ഈ നാരോ റോഡായതുകൊണ്ടേ ഒന്ന് തിരിയുമ്പോൾ തന്നെ അപ്പം അടുത്ത് ഇത് കണ്ട ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന ഇങ്ങനെ. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ സ്റ്റാർട്ടേഡ് ആയതിനെ ട്രൈ ചെയ്യാൻ പോണത് മുരിങ്ങിറച്ചിയാണ്, പച്ച ഓയിസ്റ്റർ. ഇതിന് മൊത്തം സീ ഫുഡിൻ്റെ ഫ്ലേവേഴ്സാണ്. അതായത് ഈ കക്ക, പിന്നെ ഈ മീൻ, കൂന്തൽ, ചെമ്മീൻ, ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സാണ്. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലാതെ. ഗൈസ് നമ്മൾ ഇത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ലാ പിസ്സ സൂപ്പർ സ്ഥലമാണ്. മച്ചന്മാരെ നമ്മയില്ലേ ഇതേ ഇതിൻ്റെ മുകളിൽ കയറാൻ പോണാണ്. ആ പൊക്കത്ത് കയറിയിട്ടുണ്ടല്ലോ നമ്മൾ വെനീസിൽ നിന്ന് മൊത്തം കാണും ഇവിടെ നിന്നിട്ട്. ഗൈസ് ഇവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ കയറാൻ. എന്റെ പൊന്നു മച്ചന്മാരെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ട പൊളി സാധനം. അമ്മോ തകർത്ത് കണ്ട. ഈ ബോർഡിൽ ഒരു കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടി കാണുന്ന സ്ഥലങ്ങൾ. ഇത് മറ്റേ നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡുള്ള വ്യൂ ആണ് കാണുന്നത്. ഇതാണ് നമ്മുടെ കായലിന്റെ സൈഡ്. പൊളിച്ച് നേരത്തെ കണ്ട കൊട്ടാരമില്ല സ്ക്വയർ, അതിന്റെ മുകളിലത്തെ തൊപ്പി 5-6 തൊപ്പി ഉണ്ട്. മൊത്തം പൊളിമയം. വൈബ് വെനീസ്. അങ്ങനെ വെനീസിലെ 1ാം ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നമ്മൾ 2ാം ദിവസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നാളെ നമ്മൾ 2ാം ദിവസത്തെ മനോഹരമായ വീഡിയോ കൊണ്ടുവരുന്നവരെ ചൂസ്.